പ്രമേഹം 101% നമുക്ക് സുഖപ്പെടുത്താം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ ആൻഡ് ജോ ഹെർബൽസിൻ്റെ ചില പ്രത്യേക മരുന്നുകളുണ്ട്. ആ മരുന്ന് ഉപയോഗിച്ച് തന്നെ വേണം സുഖപ്പെടുത്താൻ. അത് ഒരു ദിവസം കൊണ്ടാവില്ല. 3 മാസം തൊട്ട് 8 മാസം വരെയുള്ള ഉപയോഗത്തിൽ അത് സുഖപ്പെടും. പക്ഷേ ഞങ്ങൾ പറയുന്ന ചില ചെറിയ പഥ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന പഥ്യം പറയുള്ളൂ. അത് പാലിക്കണം. അത് പാലിച്ചെങ്കിൽ മാത്രമേ സുഖപ്പെടുത്തുള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ മരുന്നെന്ന് പറയുന്നത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ അനുമതിയോടുകൂടി ഏകദേശം 11ഓളം ലൈസൻസ് ഉണ്ട് ഞങ്ങൾക്കിത് ഉൽപ്പാദിപ്പിക്കാനും നിങ്ങൾക്ക് ചെയ്യാനും വിതരണം ചെയ്യാനുള്ള അവകാശമെല്ലാം ഉണ്ട്. അത് തന്നെയുമല്ല, വെറുതെ ഒരാൾക്കൊരു ലൈസൻസ് കിട്ടില്ല. ഞങ്ങൾക്ക് ഡോക്ടർമാരുണ്ട് 2 പേര്, കെമിസ്റ്റുകളുണ്ട്, പാരമ്പര്യ വൈദ്യം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. പക്ഷേ എൻ്റെ എല്ലാ റെക്കോർഡിക്കലായിട്ട് എല്ലാ കാര്യവും ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെ നടത്തുന്നത്. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ പാൻക്രിയാസിന് സെല്ലുകളുടെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ജീവിതം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ കോശങ്ങളുടെ ശക്തി അത് വരണം, അതായത് ജനിക്കണം മരിക്കണം, അത് കോശങ്ങളുടെ സ്വഭാവം. അവിടെ ഏത് അവയവത്തിൻ്റെ ആണെങ്കിലും ജനിക്കുന്നില്ല മരിക്കുന്നുണ്ടെങ്കിൽ ആ അവയവ സംബന്ധമായ രോഗം വരും. നമുക്കിവിടെ പറ്റിയിരിക്കുന്നത്, നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കി തരുന്നത് പാൻക്രിയാസാണ്. ആ പാൻക്രിയാസിൻ്റെ കോശങ്ങൾ മരിച്ചു പോകുന്നതിനനുസരിച്ച് പുതിയത് വരുന്നില്ല. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇൻസുലിൻ അല്ല തരുന്നത്. അത് തരാൻ ജോ ആൻഡ് ജോ ഹെർബൽസിന് പറ്റില്ല. നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ അവയവത്തിനെ കൊണ്ട് തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാക്കി തരിക, അതാണ് നമ്മൾ തരുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തുള്ള എല്ലാ ലാബുകളിലും ഈ മരുന്നുകൾ പല രീതിയിലുള്ള ടെസ്റ്റ് നടത്തി ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ലൈസൻസ് തന്നത്. പിന്നെ ഈ ഡയബറ്റിക്കിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ കാണുന്ന അത്രയും സിമ്പിളല്ല. കാരണം ഡയബറ്റിക്സ് കൊണ്ട് 27 രോഗങ്ങൾ വന്നിരിക്കും മരിക്കുന്നതിന് മുമ്പ്. അതിന് മുമ്പ് മരിച്ചു പോയാൽ അത്രയും ഭാഗ്യം ആ കുടുംബക്കാർക്ക്. കാരണം കണ്ണിൻ്റെ കാഴ്ച പോവും, കാലിന് മരവിപ്പ്, പുകച്ചിൽ, മസിൽ പെയിന്, ജോയിൻ്റ് പെയിന്, മനുഷ്യൻ്റെ ആരോഗ്യം എല്ലാം നശിക്കും. ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഉറങ്ങിപ്പോവും. എന്നാൽ കിടന്നാൽ ഉറങ്ങത്തുമില്ല. അതാണ് ഡയബറ്റിക്. കിടന്നാൽ ഉറങ്ങില്ല, ഇരിക്കുന്നിടത്തിരുന്ന് ഉറങ്ങും. അപ്പോൾ പിന്നെ ഇതിനേക്കാളും ഭയങ്കര വൃത്തികെട്ട ഒരവസ്ഥ വരും. സെക്ഷൽ പവർ കംപ്ലീറ്റ് പോവും. നമുക്ക് 100% ഡയബറ്റിക് കൊണ്ട് വന്നതാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാം, അതിന് ഞാൻ ഗ്യാരണ്ടി. പക്ഷേ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മരുന്ന് തരില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പകുതിയെങ്കിലും നിങ്ങളെ രക്ഷിച്ചാൽ അടുത്ത ആ 51ാമത്തെ ശതമാനം തൊട്ട് നിങ്ങളുടെ സുഖമാകുന്നതിനനുസരിച്ച് പോയ സെക്ഷൽ പവറും മറ്റുള്ള മസിൽ ശക്തിയും നാഡീഞരമ്പുകളുടെ ശക്തിയും ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. അതിന് ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട്. ഡയബറ്റിക്കിന് മാറാനുള്ള കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നല്ല സെക്ഷൽ പവറിന് വേണ്ടിയിട്ടുള്ളത്, അത് വേറെയാണ്. അത് ഏകദേശം 1.5 മാസം കഴിഞ്ഞേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അത് ആ സമയത്ത് തരും.